ഹേ ഗായ്സ്, നമ്മൾ കണ്ടിട്ടുണ്ട് കുറച്ച് ദിവസങ്ങളായി സഹല എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയും അതുപോലെ 3 മക്കളെ ബാപ്പ എന്ന് പറയുന്ന ഒരാളും കൂടിയിട്ട് ഒളിച്ചോടിയ കഥ. അവർ തിരിച്ചു വന്നതിന് ശേഷം സ്റ്റേഷനിൽ എത്തിച്ചു. അപ്പം അവിടുന്ന് അവളോട് ബഹളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവളോട് ചോദിക്കുകയാണ് ആരുടെ കൂടെയാണ് പോകണ്ടേ. അപ്പോൾ ആ പെൺകുട്ടി സഹല എന്ന് പറയുന്ന പെൺകുട്ടി പറഞ്ഞു, എന്നെ കൊന്നാലും എനിക്ക് അവൻ്റെ കൂടെ പോവണ്ട എന്നുള്ള കാര്യം. കാരണം അവൻ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു, എന്നെ എൻ്റെ മകനെ ഉപദ്രവിച്ചു എന്നൊക്കെയാണ് പറയുന്നുള്ളത്. പണ്ടൊക്കെ കർമ്മ എന്ന് പറയുന്ന സംഭവമില്ലേ, കുറേ കഴിഞ്ഞിട്ടാണ് കൊടുക്കാറുള്ളത് തിരിച്ചടി. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പൊ ആരെടുത്താണോ ചതി കാണിച്ചത് ആ വ്യക്തിക്ക് അപ്പം കൊടുക്കുന്ന കാലഘട്ടമാണ് കേസത്. ഒന്ന് മനസ്സിലാക്കുക, ഭാര്യയെ ചതിക്കുന്ന ഭർത്താവും ഭർത്താവിനെ ചതിക്കുന്ന ഭാര്യ ഒരിക്കലും മുന്നോട്ട് പോകാത്തൊരു ജീവിതമായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. കഠിനമായ ഒരു ജീവിതം. എതിർവശത്തുള്ളവരുടെ ശാപം ഒരിക്കലും നിങ്ങളെ വിട്ടു പോകുന്നു നിങ്ങൾ കരുതത് ഒരിക്കലും സന്തോഷത്തിലുള്ള ജീവിതം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നുമില്ല. അതുകൊണ്ട് നമുക്കിതൊന്ന് കേട്ടോക്കാം. നമ്മുടെ നാട്ടിലെ സ്ത്രീകളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്നുള്ള രീതിയിലാണ് അവസ്ഥ. ഇപ്പൊ എന്തൊക്കെയായിരുന്നു, അവന്റെ കൂടെ പോയി നല്ല പോലെ ജീവിക്കട്ടെ, അവൾക്ക് ഇഷ്ടം അവനെയാണെങ്കിൽ അവരെ ഒന്നിച്ച് ജീവിക്കട്ടെ, അവർ നല്ല ജീവിതം മുന്നോട്ട് നയിക്കട്ടെ, അവർക്ക് പ്രാർത്ഥനകള് എന്തൊക്കെയായിരുന്നു. കുറെ ഊളകൾ വന്നിട്ട് കമന്റ് ബോക്സിൽ നിറക്കുകയായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ ബാലുശ്ശേരിയിൽ നിന്ന് സഹല എന്ന് പറയുന്ന സ്ത്രീ 3 കുട്ടികളുടെ പിതാവുമായി ഒളിച്ചോടി പോയി. അവസാനം അവരെ കണ്ടെത്തി ബാലുശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. അവിടെ വെച്ച് അവരോട് ചോദ്യങ്ങളും കാര്യങ്ങളും അന്വേഷിച്ച സമയത്ത് ഈ സ്ത്രീ ഇപ്പുറം നിന്ന് അപ്പുറം പച്ചയാണ് എന്ന് പറഞ്ഞ് പോയ സ്ത്രീ, ക്രൂരമായ മർദ്ദനമാണ് ആ സ്ത്രീക്ക് ഇവനിൽ നിന്നും കിട്ടിയത്. മാത്രമല്ല ആ കുട്ടിയെ പോലും മർദ്ദിച്ചെന്നാണ് അറിയാൻ സാധിച്ചത്. ആ സ്ത്രീയോട് ഇവന്റെ കൂടെ പോകുന്നോ, ഇവരുടെ കൂടെ പോകുന്നോ, കുടുംബക്കാരുടെ കൂടെ പോകുന്നോ എന്ന് ചോദിച്ചപ്പോൾ കൊന്നാലും അവന്റെ കൂടെ പോകുന്നില്ല എന്നാണ് ആ സ്ത്രീ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞതെന്നാണ് വിവരം കിട്ടിയത്. ഭർത്താവ് ഏറ്റെടുക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ട് തന്നെ സ്വന്തം വീട്ടുകാരുടെ കൂടെ ആ സ്ത്രീ പോയി. അപ്പം നിങ്ങൾക്ക് ഇത് മാത്രമല്ല, ഈ കൂടെ പോയവൻ ഇവൻ എന്ന് പറഞ്ഞാൽ പക്ക ക്രിമിനലാണ്. അവന്റെ പേരിൽ വേറെയും കേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പൊ ഇത്രയൊക്കെ നിങ്ങൾ പറയുന്നില്ലേ, ഇവർക്ക് ഒളിച്ചോടി പോകുമ്പോൾ പ്രോത്സാഹനം കൊടുക്കുമോ, അവർ പോവട്ടെ, അവർ വരട്ടെ, അവർ നന്നാവട്ടെ. അവർ എത്ര ആങ്ങളമാരാണ് ഈ ദുനിയാവിൽ, ഇത്ര വലിയ ആങ്ങളമാർ സ്വന്തം പൊരയിൽ വരെ ഉണ്ടാവില്ല. അത്രയും ആങ്ങളമാരാണ് ഇവർക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടിയിട്ട് പ്രത്യക്ഷപ്പെട്ടത്. അവസാനം ഉദ്യോഗസ്ഥരുടെയും ജനങ്ങളുടെയും ഇടയിലും അവന്റെ കൂടെ കുറച്ചു കാലം, ശരിക്കും പറഞ്ഞാൽ ആ സ്ത്രീ അവിടെ പോയത് മുതൽ ആ സ്ത്രീയുടെ കയ്യിലുള്ള സ്വർണം പണയം വെക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ട് ക്രൂരമായ മർദ്ദനമായിരുന്നു ആ സ്ത്രീക്ക് ലഭിച്ചതെന്നാണ് പറയുന്നത്. എന്തായാലും ആ സ്ത്രീക്ക് തെറ്റുപറ്റി എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട്. ഇനി ആ ഭർത്താവിന് നല്ല മനസ്സ് തോന്നി സ്വീകരിക്കുകയാണെങ്കിൽ സ്വീകരിക്കും, ഇല്ലെങ്കിൽ ആ സ്ത്രീയുടെ ജീവിതം ഇതോടെ തീർന്നു. കാരണം ഇനി ഭാവി എങ്ങനെ ആയിരിക്കുമെന്ന് പറയാൻ പറ്റില്ല. കാരണം അത്രയും സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട്. എന്തായാലും ഇനിയെങ്കിലും നേർവയിൽ ജീവിച്ചു പോവാൻ വേണ്ടി ഇതുപോലുള്ള വിവരവും ബുദ്ധിയുമില്ലാത്ത മറ്റവന്മാരുടെ മോഹന വാഗ്ദാനങ്ങളിൽ കുടുങ്ങി ഊരി പോകാൻ നിൽക്കുന്ന സ്ത്രീകൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ നാട്ടിലെ സ്ത്രീകളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്നുള്ള രീതിയിലാണ് അവസ്ഥ. ഇപ്പൊ സ്വന്തം മക്കളെയും ഭാര്യനെയും അതുപോലെ ഭർത്താവിനെയും മക്കളെയും ഒക്കെ ഉപേക്ഷിച്ചു പോകുന്നവർക്ക് ഏറ്റവും നല്ലൊരു പാഠായിരിക്കണം ഇത്. അങ്ങനെ പോയിട്ട് നിങ്ങൾക്കൊരു ജീവിതം, എന്തായാലും നല്ലൊരു ജീവിതം കിട്ടില്ല എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചാൽ നന്നായിരിക്കും. ഒരിക്കലും നിങ്ങൾ ഈ ശാപം എന്നെല്ലാം പറയുന്നില്ലേ, അത്രയും വലിയൊരു സംഭവമാണ് ഗൈസ്. അപ്പൊ നമുക്ക് അള്ളാഹു തന്ന ഒരു ജീവിതം അത് മനോഹരമാക്കാൻ നോക്കുക, കൂടുതൽ മനോഹരമാക്കാൻ നോക്കുക. അപ്പൊ കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് പറഞ്ഞ പോലെ. കൂടുതലും കുടുംബത്തിനോടൊപ്പം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക, സംസാരിക്കാൻ ശ്രമിക്കുക, എന്ത് ഷെയർ ചെയ്യാനുള്ള ഒരു മനസ്സ് കാണിക്കുക. രണ്ടുപേരും, ഹസ്ബൻഡും വൈഫും, ഇതൊക്കെ ഉണ്ടെങ്കിലും മക്കളോട് അതുപോലെ നന്നായി ഇടപഴകാൻ ശ്രമിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ മനോഹരമായ ഒരു ജീവിതം നമുക്ക് കിട്ടും ഗൈസ്. സ്വന്തം കുടുംബക്കാരുടെ മുമ്പിൽ ഭാര്യയെ താഴ്ത്തി കെട്ടാതിരിക്കുക, അതുപോലെ ഹസ്ബൻഡിനെ സ്വന്തം വീട്ടുകാരെ തരം താഴ്ത്താതിരിക്കുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളെ റിലേഷൻഷിപ്പിൽ നുണ പറയാതിരിക്കുക, കള്ളങ്ങൾ കൊണ്ട് മൂടാതിരിക്കുക, എന്തുണ്ടെങ്കിലും തുറന്ന് പറയാൻ ശ്രമിക്കുക. ഇതൊക്കെ തന്നെ മതി ഒരു ജീവിതത്തിന് സന്തോഷത്തോടെയുള്ള ഒരു ജീവിതം നമുക്ക് നയിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ ഗൈസ്. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.